നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ 23-ന് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെതിരെ SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് 24-ന് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചു. 24-ന് പൊങ്കാല മഹോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ കേരള യുക്തിവാദി സംഘം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം NK ദിനേശ് നെടുമല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ 23-ന് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ജോസ് ചാഴികാട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ഉദ്ഘാടനം നിർവഹിക്കും. പാലം ഗതാഗത യോഗ്യമാക്കിയാൽ KSRTC റോഡിലെ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. 2017-ൽ മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലത്തിന്റെ പണി പൂർത്തിയായതാണ്. തുടർന്ന് അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. ഇതിനായി 10 കോടി രൂപയാണ് അനുവദിച്ചത്. അതിനുശേഷം മാരിയിൽ കലുങ്ക് ഭാഗത്തു നിന്നുള്ള റോഡ് നിർമ്മിക്കാൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.80 കോടി രൂപ അനുവദിച്ചു. പണികൾ ആരംഭിക്കുകയും ചെയ്തതാണ്. എന്നാൽ പുരോഗതി കാണുന്നില്ല. പാലം പണിയുന്നതിന് 5.30 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിൽ മിച്ചമിരിക്കുന്ന 90 ലക്ഷം രൂപ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതിനായി ഭരണാനുമതി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ട്രാക്ക് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രതിഷേധിച്ച് 23-ന് സായാഹ്ന ധർണ സംഘടിപ്പിക്കും. പാലത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് 4 മുതൽ 6 വരെ നടത്തുന്ന ധർണ ഡോക്ടർ ജോസ് ചാഴികാട്ട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും. മാരിക്കലിങ്ക് കാഞ്ഞിരമറ്റം പാലം പണി തീർന്നിട്ട് ഏകദേശം 8 വർഷത്തോളം 8-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 2017-ൽ അതിന്റെ പണി തീർന്നു. എന്നാൽ ഇതുവരെയായും അതിന്റെ അപ്രോച്ച് റോഡ് പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ട്രാക്കിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച 23-ാം തീയതി വെള്ളിയാഴ്ച 4 മണി മുതൽ മാരിക്കലിങ്ക് ഭാഗത്ത് ഒരു സായാഹ്ന ധർണ നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, 2013-ലാണ് ഈ പാലത്തിന് ആവശ്യമായ ASും TSും ഒക്കെ കിട്ടി. 2014-ൽ അതിന്റെ ടെൻഡറായി. 2017-ൽ പണി പൂർത്തീകരിച്ചു. നാളിതുവരെയായും ഏതാണ്ട് 8-ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നാളിതുവരെയായും അതിന്റെ അപ്രോച്ച് റോഡുകളൊന്നും തീർന്നിട്ടില്ല. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രാക്ക് പ്രസിഡന്റ് ശശി തെങ്ങുംപള്ളി, സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു, മുൻ പ്രസിഡന്റ് ജെയിംസ് മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് സണ്ണി തെക്കേക്കര, ട്രഷറർ സാലിക്കുട്ടി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് സമരാഗ്നി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. തൊടുപുഴയിൽ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് സമരാഗ്നി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. തൊടുപുഴയിൽ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ സർക്കാർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്താണ്? ഈ സർക്കാർ ജനങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ? ജനങ്ങളുടെ മേൽ ദുരിതപൂർണമായ ജീവിതം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, സർവത്ര സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന
കാലിയായ ഒരു ഖജനാവ്. വികസന പ്രവർത്തനങ്ങളെല്ലാം താറുമാറായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് പോലും കൊടുക്കുന്നില്ല. പെൻഷൻ കൊടുക്കാൻ കാശില്ല, ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ല. അങ്ങനെ പാപ്പരായ ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് 7.5 വർഷക്കാലമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തെ കുറിച്ചാണ് സമരാഗ്നി ചൂണ്ടിക്കാണിക്കുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്നും സംസ്ഥാനത്തെ മോചിപ്പിക്കുവാൻ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PJ ജോസഫ് MLA, നേതാക്കളായ VP സജീന്ദ്രൻ, VT ബൽറാം, M ലിജു, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ജെബി മേത്തർ MP, അൻവർ സാദത്ത് MLA, മാത്യു കുഴൽനാടൻ MLA, എൽദോസ് കുന്നപ്പള്ളി MLA, MM നസീർ, പഴകുളം മധു, ജോസി സെബാസ്റ്റ്യൻ, വീക്ഷണം MD ജേസൺ ജോസഫ്, മുഹമ്മദ് ഷിയാസ്, KP ശ്രീകുമാർ, PS സലീം, ദീപ്തി മേരി വർഗീസ്, അബ്ദുൾ മുത്തുലിബ്, EM ആഗസ്തി, ജോയി തോമസ്, റോയ് K പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി വെട്ടിക്കുഴി, AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, നിഷ സോമൻ, രാജു ഓടയ്ക്കൽ, ഇന്ദു സുധാകരൻ, MD അർജുനൻ, TJ പീറ്റർ, PS ചന്ദ്രശേഖരപിള്ള, NI ബെന്നി, ജോസ് അഗസ്റ്റിൻ, VE താജുദ്ദീൻ, ചാർലി ആന്റണി, KP വർഗീസ്, റോബിൻ മൈലാടി, ജോയി മൈലാടി, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് S അശോകൻ സ്വാഗതവും PJ അവിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണം മൂലം പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ വികാരം നേതാക്കൾ ഏറ്റെടുക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. സമരാഗ്നി യാത്രയുടെ ഇടുക്കി ജില്ലയിലെ ആദ്യ സ്വീകരണം തൊടുപുഴയിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 ജില്ലകൾ യാത്ര പിന്നിട്ടപ്പോൾ അവിടെയെല്ലാം തടിച്ചുകൂടിയ ജനങ്ങൾ ഒരു പുതിയ ആവേശമാണ് കോൺഗ്രസിന് നൽകുന്നത്. കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ കയ്യും കെട്ടി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഭിന്നിപ്പിന്റെ സന്ദേശമാണ് നൽകുന്നത്. ഇതിനെതിരെയും ജനങ്ങൾ ഉണരണം. ഇന്നും ഈ രാജ്യം മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് ഭരണത്തിന്റെ നേട്ടമാണ്. മോദി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, പിണറായി വിജയന്റെ കേരളത്തിലെ ഭരണം. ഞങ്ങള് രാവിലെ എല്ലാ ദിവസവും ഒരു പൗരപ്രമുഖരല്ല പൗരാവലിയുമായുള്ള ഒരു അഭിമുഖം ഞങ്ങൾ നടത്താറുണ്ട് എല്ലാ ജില്ലയിലും. അത് പിണറായി വിജയൻ നടത്തിയ പൗരാവലിയല്ല, സാമ്പത്തിക കരുത്തുള്ള സാമ്പത്തിക മുതലാളിമാരുടെ അവരെ കൂട്ടിയുള്ള യോഗമല്ല. ഞങ്ങളെ യോഗം കഷ്ടപ്പെടുന്നവന്റെ പ്രതിനിധിയാണ്, ദാരിദ്ര്യമുള്ളവന്റെ പ്രതിനിധിയാണ്, രോഗികളുടെ പ്രതിനിധിയാണ്, അസുഖം ബാധിച്ച് കിടക്കുന്നവരുടെ പ്രശ്നമാണ്. സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടാതെ, പെൻഷൻ കിട്ടാതെ, നെല്ലിന് വില കിട്ടാത്ത കർഷകന്റെ, റബ്ബറിന് വില കിട്ടാത്ത റബ്ബർ കർഷകന്റെ, അവരുടെയൊക്കെ ഒരു സമൂഹമാണ് നമ്മൾ രാവിലെ കാണുന്നവർ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ദുഃഖങ്ങൾ, കഷ്ടപ്പാടിന്റെ ദുഃഖങ്ങൾ. ഞങ്ങള് വയനാട്ടിലെ പോയപ്പോ വയനാട്ടിൽ അവിടെ ആന ചവിട്ടിക്കൊന്ന ആളുകളുടെ ഭാര്യയും മക്കളും അച്ഛനും ഒക്കെ, അവരുടെയൊക്കെ ദീനവിലാപം നമ്മുടെ മനസ്സിനെ കുത്തി നോവിക്കുകയാണ്. മരിച്ചതിലല്ല, തിരിഞ്ഞു നോക്കാൻ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായില്ല. ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇവിടെ? ഇത്ര ആളുകളും വയനാടിൽ ആനയുടെ കുത്തേറ്റ് മരിച്ചു വീണിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി പോയോ? അവരെ കണ്ടോ? അവരെ ആശ്വസിപ്പിച്ചോ? എന്തു മര്യാദഘട്ട മന്ത്രിമാരുമാണ്. പറയണം, രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വന്നു. രാഹുൽ ഗാന്ധി മരിച്ചവരുടെ വീട്ടിൽ പോയി സാമ്പത്തിക സഹായം നൽകി. MP ആയതുകൊണ്ടല്ല, മണിപ്പൂരിൽ അദ്ദേഹം പോയി. കത്തിക്കരിഞ്ഞ മണിപ്പൂരിൽ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമരാഗ്നി യാത്രയുടെ തൊടുപുഴയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും കാലം പട്ടയത്തിന്റെ പേര് പറഞ്ഞ് കർഷകരെ കബളിപ്പിക്കുകയായിരുന്നു LDF സർക്കാർ. UDF അധികാരത്തിൽ വരുമെന്നും ഇടുക്കിയിലെ കർഷകർക്ക് ഉപാധിരഹിത പട്ടയം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സില്ലേ കാസർഗോഡ് നിന്ന് തുടങ്ങിയത്? ആ സദസ്സ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് 5 കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. റബ്ബർ, അതുപോലെ തേയില,
മുഴുവൻ തോട്ടങ്ങൾ മുഴുവൻ തകർന്നു. ആരാണ് സംരക്ഷിക്കാനുള്ളത്? ആരാണ് ചേർത്ത് പിടിക്കാനുള്ളത്? നാളികേര സംഭരണം നടക്കുന്നില്ല. 50,000 ടൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി കൊടുത്തു. എത്രയാ സംഭരിച്ചതെന്നറിയാമോ? 10,000 ടൺ. തമിഴ്നാട് 50,000 ടൺ അനുമതി കൊടുത്തപ്പോൾ തമിഴ്നാട് ചെയ്തത് 50,000 ടണ്ണും സംഭരിച്ച് കേന്ദ്രത്തിൽ നിന്ന് 34,000 ടണ്ണ് കൂടി സംഭരിക്കാനുള്ള അനുമതി വാങ്ങിച്ചു. അവരിപ്പോൾ 75,000 ടൺ നാളികേരം സംഭരിച്ചപ്പോ കേരളത്തിലെ ഗവൺമെന്റ് സംഭരിച്ചത് 10,000 ടൺ. 7 രൂപയാണ് നാളികേരത്തിന്റെ വില. ആരും തെങ്ങ് കയറുന്നില്ല. കാരണം കേറിയാൽ കൂലി കൊടുക്കാനുള്ള കാശ് തേങ്ങ വിറ്റാ കിട്ടില്ല. എവിടെ പോയി കുരുമുളക്? കുരുമുളകിന്റെ ഉൽപാദനം തന്നെ കുറഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം പ്രശ്നമായി. ഇവിടെ കുരുമുളക് തേടി വന്നവരാണ് വിദേശികൾ മുഴുവൻ. ഇപ്പോ മോളിൽ പോയി പരിശോധിച്ചാൽ വിയറ്റ്നാമിലെ കുരുമുളകാണ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത്. കേരളത്തിലെ കുരുമുളക് എവിടെ പോയി? ഇവരാണ് കർഷക സ്നേഹം പറയുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം. ഇപ്പൊ മറ്റന്നാൾ എല്ലായിടത്തും പട്ടയമേള വച്ചിരിക്കുകയാണ്. പട്ടയമേള. ഇവിടുത്തെ പട്ടയമേളയുടെ സ്ഥിതി എന്താ? 964 ചട്ടമനുസരിച്ചുള്ള പട്ടയം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം 13,000 പേർക്ക് മറ്റന്നാൾ പട്ടയം കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 64 ചട്ടമനുസരിച്ച് പട്ടയം കൊടുക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ അവിടെ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കണ്ടേ ഗവൺമെന്റ്? ഹൈക്കോടതിയിൽ എന്താ കൊടുക്കാതിരുന്നത്? കൊടുക്കുമ്പോ എന്തു പറയണം? കയ്യേറ്റക്കാർ. ഹൈക്കോടതി പറയുന്നത് 64 ചട്ടമനുസരിച്ചുള്ളവരെല്ലാവരും കയ്യേറ്റക്കാരാണെന്ന്. സർക്കാർ എന്താ പറയേണ്ടത്? കയ്യേറ്റക്കാർക്കെതിരായി ഞങ്ങൾ നടപടിയെടുത്തു. ഹൈക്കോടതി പറഞ്ഞവർക്കെതിരായി നടപടിയെടുത്തു പറയണ്ടേ? എന്തുകൊണ്ടാ? അത് പറഞ്ഞിരുന്നെങ്കിൽ 64 ചട്ടപ്രകാരം പട്ടയം കൊടുക്കാൻ ഹൈക്കോടതി അനുമതി തരുമായിരുന്നു. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കാതിരുന്നത്? അഫിഡവിറ്റ് കൊടുത്താൽ നേരത്തെ ഇവിടെ MP ആയിരുന്ന ഒരാളുടെ പട്ടയം റദ്ദാക്കിയ കേസ് കൂടി പറയണം. അതുകൊണ്ടാ പറയാത്തത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെതിരെ SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് 24-ന് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമക്കൽമേട് നിന്നും ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് 6:30-ന് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ സമാപിക്കും. തുടർന്ന് സംഘടിപ്പിക്കുന്ന സമ്മേളനം SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം CP അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര 24-ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട് നിന്നും ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് 6:30-ന് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ സമാപിക്കും. സമ്മേളനം SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം CP അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. ജാഥ ക്യാപ്റ്റൻ അഷ്റഫ് മൗലവി ജാഥ സന്ദേശം നൽകും. SDPI ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചേരി അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കും. അതേസമയം തന്നെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ കൽപ്പനയടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും എയർപോർട്ടുകൾ, വിമാനത്താവളങ്ങളടക്കം അദാനിയെ പോലെ അംബാനിയെ പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പൂർണ്ണമായും തീരെഴുതി കൊടുത്തിട്ടുണ്ട്. അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരം ഈ അടുത്തിടെ വന്ന അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏതാണ്ട് 115ാമത്തെ റാങ്കിങ്ങിലേക്ക് എത്തിയിരിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ പോലുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് രാജ്യത്തിന്റെ പട്ടിണി സൂചിക എത്തിയെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിടുമ്പോൾ ഗാന്ധിജി അടക്കമുള്ള സ്വപ്നം കണ്ട ക്ഷേമരാഷ്ട്രം എന്നിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മതരാഷ്ട്രമാക്കി രാജ്യത്തെ പരിവർത്തിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണെങ്കിലും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ SDPI ജില്ലാ പ്രസിഡന്റ് ഷമീർ മെച്ചേരി, ജനറൽ സെക്രട്ടറി VM ജലീൽ, വൈസ് പ്രസിഡന്റ് റഷീദ് കാസിമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചു. 24-ന് പൊങ്കാല മഹോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കൈതപ്രം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് വൈകിട്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കും. തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവവും പൊങ്കാല മഹോത്സവവും ദ്രവ്യകലശവും 26 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കൈതപ്രം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. 22-ന് രാവിലെ 6:45-ന് ബിംബശുദ്ധി കലശ പൂജകൾ, ബ്രഹ്മകലശ പൂജകൾ, പരികലശ പൂജകൾ, ബിംബശുദ്ധി കലശാഭിഷേകങ്ങൾ, ഉഷപൂജകൾ, 9:15-ന് നവഗ്രഹ പൂജ, വൈകിട്ട് 5:30-ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി എതിരേൽപ്പ്, തുടർന്ന് 6:30-ന് വിശേഷാൽ ദീപാരാധന, 8-ന് ഭരതനാട്യം, 8:10-ന് തിരുവാതിര, 8:30-ന് പ്രസാദക്കഞ്ഞി. 23-ന് രാവിലെ പതിവ് പൂജകൾ, 9-ന് വിശേഷാൽ നവഗ്രഹ പൂജ, 10-ന് ആയില്യം പൂജ, വൈകിട്ട് 5-ന് നട തുറക്കൽ, 7-ന് ദീപാരാധന. 24-ന് രാവിലെ 5:30-ന് പള്ളി ഉണർത്തൽ, 6-ന് നിർമ്മാല്യ ദർശനം, 9:30-ന് മേൽശാന്തി പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാല ആരംഭിക്കും. 10:30-ന് നവഗ്രഹ പൂജ, 12-ന് പൊങ്കാല നിവേദ്യം, 12:45-ന് ദർശന പ്രാധാന്യമുള്ള മകം തൊഴൽ, വലിയ കാണിക്ക, 1-ന് മഹാപ്രസാദമൂട്ട്, വൈകിട്ട് 5-ന് നട തുറക്കൽ, 7-ന് വിശേഷാൽ ദീപാരാധന. 25-ന് രാവിലെ 5:30-ന് പള്ളി ഉണർത്തൽ, 6-ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, 9-ന് നവഗ്രഹ പൂജ, 11-ന് വിശേഷാൽ പൂജകൾ, വൈകിട്ട് 5-ന് നട തുറക്കൽ, 5:30-ന് പൂരം എഴുന്നള്ളിപ്പ്, മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെ ആരംഭിക്കുന്നു. 6-ന് മുണ്ടേക്കല് സബ്സ്റ്റേഷന് സമീപം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് കൂത്താട്ടുകുളം കലാലയ ഗിരീഷും സംഘവും സ്പെഷ്യൽ പഞ്ചാരി മേളം അവതരിപ്പിക്കും. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധന, 8:30-ന് പ്രസാദക്കഞ്ഞി. 26-ന് രാവിലെ 5:30-ന് പള്ളി ഉണർത്തൽ, 6-ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, 9-ന് നവഗ്രഹ പൂജ, 10-ന് ഉത്രം പൂജ, 11-ന് വിശേഷാൽ പൂജകൾ, വൈകിട്ട് 5-ന് നട തുറക്കൽ, 6:30-ന് വിശേഷാൽ ദീപാരാധന എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2024 ഫെബ്രുവരി മാസം 25-ാം തീയതി ഞായറാഴ്ച പൂരം എഴുന്നള്ളി തൊടുപുഴ മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരന്റെയും ശിങ്കാരി മേളത്തിൻ്റെയും കാവടിയുടെയും എല്ലാം അകമ്പടിയോടുകൂടി സ്പെഷ്യൽ പഞ്ചാരി മേളത്തോടൊപ്പം ഭക്തിനിർഭരമായ പൂരം എഴുന്നള്ളിപ്പ് അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നടത്തപ്പെടുന്നു. ആ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ വിശേഷാൽ ദീപാരാധന, അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ 2024 ഫെബ്രുവരി 26 തിങ്കളാഴ്ച നവഗ്രഹ പൂജയും ഉത്രം പൂജയും ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടും. തൊടുപുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ രമണൻ, മുരളി, സോമൻ, യദുകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മീനച്ചിലാർ സംരക്ഷണ പദ്ധതിക്കെതിരെ CPI രംഗത്ത്. KM മാണിയുടെ സ്വപ്ന പദ്ധതിക്ക് വീണ്ടും തുടക്കമായത് റോഷി അഗസ്റ്റിൻ മന്ത്രിയായതോടെയാണ്. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള കേരള കോൺഗ്രസ് നീക്കത്തിനെതിരെ CPM എത്തിയിരിക്കുകയാണ്. പദ്ധതി നിലവിൽ വന്നാൽ തൊടുപുഴയാർ ഇല്ലാതാക്കുമെന്നാണ് CPIയുടെ ആരോപണം. കോട്ടയം ജില്ലയിലെ 13 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി മീനച്ചിൽ പദ്ധതി എന്ന പേരിൽ ഒരു കുടിവെള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4230 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അത്രയും കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1253 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊടുപുഴയെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത് ഈ തൊടുപുഴയാറാണ്. അതിൽ വറ്റാത്ത ജലം ആണ് ഇവിടുത്തെ ഈ നാടിൻ്റെ പുരോഗതിക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടതുകര വലതുകര കനാലിലൂടെ വേനൽക്കാലത്ത് വെള്ളം തുറന്നു വിടുന്നതിലൂടെയാണ് ഇവിടുത്തെ കിണറുകളിലെ വെള്ളം വറ്റാതിരിക്കുന്നതും അതുപോലെ ഇവിടെ മറ്റ് കൃഷികൾക്ക് ഒക്കെ ഉപകാരപ്രദമായി ആളുകൾ കുളിക്കുന്നതിന് കുടിക്കുന്നതിന് ഒക്കെ ജലം ലഭ്യമാകുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കി ദിവസവും ടണൽ വഴി ഈ ഇത്രയും വെള്ളം കൊണ്ടുപോകുന്നതോടുകൂടി ഈ തൊടുപുഴയാർ വറ്റിവരലും എന്ന് മാത്രമല്ല മലങ്കര ജലാശയത്തിലെ വെള്ളം തീരുകയും അതുവഴി മറ്റ് ഇടതുകര വലതുകര കനാൽ ഈ വേനൽക്കാലം തുറന്നുവിടുന്ന പദ്ധതി അവസാനിക്കുകയും ചെയ്യുന്നതോടുകൂടി തൊടുപുഴ മേഖല ഒന്നാകെ വറ്റിവരലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്.
തൊടുപുഴയ്ക്ക് മാത്രമല്ല സമീപ പഞ്ചായത്തുകളായ പൈങ്ങോട്ടൂർ, പോത്താനിക്കാട്, ആരക്കുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇതിൻ്റെ ദുരന്തം വ്യാപിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്നാൽ വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPI ഈ കാര്യത്തിൽ ഗൗരവമായ പഠനം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, ഇവിടുത്തെ കൃഷിയെ ബാധിക്കുന്ന, ഇവിടുത്തെ ജലസ്രോതസ്സിനെ ബാധിക്കുന്ന ഈ വിഷയം വളരെ ഗൗരവമായി പഠനം നടത്തി വേണം ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ എന്ന് ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നിരന്തരമായി ഇവിടുന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ആവശ്യത്തിന് ജലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ ജലം അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാളെ ഈ ജില്ലകൾ തമ്മിലുള്ള ജലത്തിനു വേണ്ടിയുള്ള സംഘർഷം ഉൾപ്പെടെ, ഇല്ലെങ്കിൽ ജനപ്രതിനിധികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക്, കാരണം ഇത്രയും ഫണ്ട് മുടക്കിയിട്ട് അവർക്കവിടെ ജലം ലഭ്യമാകുന്നില്ല എന്നതിൻ്റെ പേരിൽ മറ്റൊരു സംഘർഷത്തിലേക്കും ഒക്കെ പോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇതൊന്നും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതിന് മുൻപിൽ നിൽക്കുന്നവരോ ഇതിൻ്റെ ആളുകളോ ഇത് വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഒരു പ്രതികരണങ്ങൾ തൊടുപുഴ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. തൊടുപുഴയിലെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പൊതുപ്രവർത്തകരോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട പരിസ്ഥിതി ഉൾപ്പെടെയുള്ള പ്രവർത്തകരോ ഒന്നും ഈ വിഷയത്തിൽ വേണ്ടത്ര ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, സമീപനം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ CPI തൊഴിൽ മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് വളരെ ഗൗരവമായ ഒരു പഠനം നടത്തണമെന്നും ഇതിൻ്റെ പോരായ്മ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും അത് ഈ നാട്ടിലെ മറ്റ് പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, ജനപ്രതിനിധികൾ ഒക്കെ കൂടുന്ന ഒരു വേദിയിൽ വെച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മുൻപോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഈ പദ്ധതി മാറ്റിവെക്കണമെന്നോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്ക് ജലം ലഭ്യമാകേണ്ടെന്നോ ഒന്നും അല്ല CPI തൊഴിൽ മണ്ഡല കമ്മിറ്റിയുടെ അഭിപ്രായം. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ആവശ്യമായ പഠനം നടത്തിയിട്ടില്ല. അത് നടത്തുകയും ബന്ധപ്പെട്ട വേദികൾ ചർച്ച ചെയ്യുകയും ചെയ്തു വേണം ഇത്തരം വലിയൊരു പദ്ധതിയിലേക്ക് പോകാൻ എന്നുള്ളതാണ് മണ്ഡല കമ്മിറ്റിയുടെ അഭിപ്രായമായി പറയാനുള്ളത്. സദാചാര ഗുണ്ടായിസത്തിനെതിരെ കേരള യുക്തിവാദി സംഘം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പോളച്ചൻ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം NK ദിനേശ് നെടുമല ഉദ്ഘാടനം ചെയ്തു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ കേരള യുക്തിവാദി സംഘം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സദാചാര ഗുണ്ടായിസം അവസാനിപ്പിക്കുക, വിദ്യാലയങ്ങളിൽ മതചടങ്ങുകൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സായാഹ്ന ധർണ. പോളച്ചൻ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം NK ദിനേശ് നെടുമല ഉദ്ഘാടനം ചെയ്തു. അത് ഇന്നും മതക്കാർ നടത്തുന്ന വിദ്യാലയങ്ങൾ മാത്രമല്ല, ഇവിടെ എല്ലാ മതക്കാരും ചെയ്തു. ക്രിസ്ത്യൻ സ്ഥലങ്ങളിലും നിരന്തരമായിട്ട് എല്ലാവരും ആദ്യ വെള്ളിയാഴ്ച കുട്ടികളെ നിരനിരയായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മതപഠനത്തിന് വേണ്ടി കുട്ടികളെ, ക്രിസ്ത്യാനികളുടെ കുട്ടികളും ആക്രമിക്കുന്ന കുട്ടികളെ തിരിച്ചിരുത്തി കുട്ടികളെ വേർതിരിവുണ്ടാവുന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കും. ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒപ്പം ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യും. ഇത് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ശാസ്ത്രം പഠിക്കുന്നത്, പരിണാമ സിദ്ധാന്തം പഠിക്കുന്നത്. അത് ശരിയല്ല എന്ന് ഈ അധ്യാപകർ തന്നെ കുട്ടികളോട് പറയുന്ന ദയനീയ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ജില്ലാ സെക്രട്ടറി സിജു രാജാക്കാട്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ, ജെയിംസ് കോലാനി, KS രാജു, അഫ്സൽ, TC സെബാസ്റ്റ്യൻ, വിൻസെന്റ് ഡി പോൾ, ഷിജി ജെയിംസ്, VC തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചൂട് കനത്തതോടെ വിപണി കീഴടക്കിയിരിക്കുകയാണ് തണ്ണിമത്തൻ. വഴിയോര കച്ചവടങ്ങളിൽ ഉൾപ്പെടെ തണ്ണിമത്തനാണ് ഇപ്പോൾ താരം. കിലോ 25 രൂപ നിരക്കിലാണ് മിക്കയിടത്തും വിൽപ്പന. കൊടും ചൂടിൽ ശരീരം തണുപ്പിക്കാനാണ് തണ്ണിമത്തൻ വാങ്ങിക്കുന്നത്. തണ്ണിമത്തൻ സീസൺ ആയതോടെ വഴിയോരങ്ങളിൽ ഉൾപ്പെടെ തണ്ണിമത്തൻ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കിലോയ്ക്ക് 25 രൂപ മുതലാണ് ഇവ വിൽക്കുന്നത്. അകം മഞ്ഞയായ മൃദുല, കിരൺ എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ടെങ്കിലും വെള്ളമേറെയുള്ള കടും പച്ച നിറത്തിലുള്ള തണ്ണിമത്തങ്ങയ്ക്കാണ് ഡിമാൻഡ് ഏറെയുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. ദിനംപ്രതി ലോഡ് കണക്കിന് തണ്ണിമത്തങ്ങയാണ് ഇടുക്കിയിലേക്ക് മാത്രം എത്തുന്നത്. വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന ജില്ല ആയതിനാൽ ഇടുക്കിയിൽ തണ്ണിമത്തന് ഏറെ ആവശ്യക്കാരുണ്ട്. വിളഞ്ഞ തണ്ണിമത്തന്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗം കഴിക്കുന്നത് ക്ഷീണവും ദാഹവും അകറ്റുന്നതിനാലാണ് തണ്ണിമത്തന് വേനലിൽ ഡിമാൻഡ് ഏറുന്നത്.
കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ഇത്തവണ കച്ചവടം നടക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ചൂട് കൂടിയത് കാരണം തണ്ണിമത്തങ്ങയ്ക്കാണ് നമുക്ക് കൂടുതൽ കച്ചവടം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ച്, മുന്തിരി, ജ്യൂസ് മുന്തിരി ഇങ്ങനെയുള്ള ഐറ്റംസും പോകുന്നുണ്ട്. എന്നാലും കൂടുതൽ എൻക്വയറി വരുന്നത് തണ്ണിമത്തൻ തന്നെയാണ്. ചൂടിങ്ങനെ നിന്നാൽ വരും കാലങ്ങളിൽ തണ്ണിമത്തിന് കൂടുതൽ ഡിമാൻഡാകാൻ സാധ്യത. ഇപ്പോൾ കിലോ 25 രൂപയ്ക്ക് നമ്മൾ തണ്ണിമത്തൻ വിൽക്കണേ. പിന്നെ തണ്ണിമത്തൻ ഒരൈറ്റം തന്നെയല്ല, യെല്ലോ തണ്ണിമത്തനുണ്ട്, ഉള്ളിൽ യെല്ലോ ഉള്ള മൃദുല എന്ന തണ്ണിമത്തനുണ്ട്, പിന്നെ നമ്മുടെ കിരണുണ്ട്, പിന്നെ സാധാ വരയും തണ്ണിമത്തനുണ്ട്. കിലോ 25 രൂപയ്ക്കാണ് നമ്മൾ സാധാ തണ്ണിമത്തൻ വിൽക്കുന്നത്. സാധാ തണ്ണിമത്തനാണ് പൊതുവെ എൻക്വയറി കൂടുതൽ പോകുന്നത്. തണ്ണിമത്തന് പുറമെ നാടൻ കരിക്കിനും കരിമ്പിൻ ജ്യൂസിനും ആവശ്യക്കാർ ഏറെയാണ്. വരും ദിനങ്ങളിൽ ചൂടേറുന്നതോടെ കച്ചവടവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കുന്നത് തടയുന്നതിന് വേണ്ടതാണ് ജാതി സംവരണമെന്ന് BVS സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ. ഭാരതീയ വേലൻ സൊസൈറ്റി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് ഭരണഘടന അനുസൃതമായി ലഭിച്ച സംവരണം അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സംവരണം എന്നത് കേവലം സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ലെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ജാതി സംവരണമെന്നും BVS സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ അഭിപ്രായപ്പെട്ടു. ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിത പട്ടികജാതി വിഭാഗത്തെ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത സംവരണം അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായുള്ള ശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജാതി സംവരണം നിർത്തലാക്കണമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജഡ്ജിയുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള പരാമർശം എന്ന് പറയുന്നത് സംവരണ വിഭാഗത്തിൽ ഉപജാതികളിൽ ഏതെങ്കിലും തരത്തിൽ അവർ IAS, IAS, IPS അടക്കമുള്ള ഏതെങ്കിലും തരത്തിൽ ഉന്നത ഉദ്യോഗം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ സംവരണ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കണം. കഴിഞ്ഞ 4 മാസം മുമ്പ് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജാതി സംവരണം നിർത്തലാക്കണം, സാമ്പത്തിക സംവരണം കൊണ്ടുവരണം എന്നതിന് വേണ്ടിയുള്ള ഉപാധിയല്ല. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹൻ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷനായി. പ്രതിഷേധ മാർച്ചിലും ധർണയിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി CK അജിത് കുമാർ, KPMS സംസ്ഥാന സെക്രട്ടറി CC ശിവൻ, കേരള ചേരമ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ മക്കുപാറ, KVMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK ശിവൻകുട്ടി, സംസ്ഥാന ഭാരവാഹികളായ CS ശശീന്ദ്രൻ, CP സോമൻ, AV മനോജ്, തിലകം സത്യനേശൻ, അശ്വതി S, രജിമോൻ VT, വിനോദ് KS, രാജു TK, സുനിൽ CM, സുധീഷ് കാഞ്ഞാർ, സജിമോൻ CK, വിനു TS, CB സരോജിനി, സ്മിത സിബി, ശ്രുതി വിഷ്ണു, സിമി കിഷോർ, VM ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി. കുടിയൊഴിപ്പിക്കപ്പെട്ട പൂപ്പാറയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങളുമെല്ലാം ജനകീയ ചർച്ചാ സദസ്സിൽ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും മുമ്പാകെ പരാതികളായി എത്തി.
അടിമാലി ക്ലബ്ബിലായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്രയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ആശയവിനിമയം നടത്തുന്നതിനും ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കാളികളായി. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ തങ്ങളുടെ വിഷയം ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിച്ചു. 70 വർഷം മുന്നേ ഞങ്ങളുടെ കാരണവന്മാർ വന്ന് കുടിയേറി താമസിച്ച് മക്കളെ വളർത്താൻ വേണ്ടിയും അവർ ഒരു കുടിൽ മാതിരി വെച്ച് കെട്ടി കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ആ സ്ഥലം പെട്ടെന്നൊരു രാത്രിയിൽ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇനിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാനും എത്ര ചെറുപ്പക്കാർ എല്ലാം വിറ്റും പെറുക്കി ലോൺ എടുത്തും എത്രയോ 8-10 കോടിയോളം എല്ലാ കടകൾക്കും കൂടെ എല്ലാവർക്കും നഷ്ടമുണ്ട്. അവർ ഉപജീവനം നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് 100-200 പോലീസുകാരും ഫയർഫോഴ്സും ജില്ലാ കളക്ടറും എല്ലാം വന്ന് ഞങ്ങൾ തീവ്രവാദമാണോ അവിടെ പൂപ്പാറ ചെയ്തത്, കൊള്ളയാണോ ഞങ്ങൾ അടിച്ചത്, അവിടെ പോലും ഇത്രയും ഭീകരമായിട്ട് ഒരിത് കണ്ടിട്ടില്ല, നടന്നിട്ടുമില്ല എൻ്റെയൊക്കെ ജീവിതത്തിൽ. അതേപോലെയാണ് നമ്മുടെ പൂപ്പാറ എന്ന് നടന്ന സംഭവം. ഈ 56 പേര് കുടുംബം കടയും വീടുമായിട്ട് വീടുകളൊന്നും ഒഴിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കടകൾ എല്ലാം ഒന്ന് സീൽ ചെയ്ത് അതിനകത്ത് എത്ര ബിസിനസ്സുകാർ, എത്ര ചെറുപ്പക്കാർ, കുട്ടികൾ, അവരുടെ ഭാവി എന്താണ്? ഞങ്ങൾക്കിനി മരണമല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഭൂമി പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയായിരുന്നു വട്ടവടയിൽ നിന്നെത്തിയ കർഷകർ ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ. വ്യാജ ശർക്കരയുടെ കടന്നുവരവും ശർക്കരയുടെ വിലയിടിവും മറയൂരിൽ നിന്നെത്തിയ കർഷകർ പ്രശ്നപരിഹാരം വേണ്ടുന്ന വിഷയങ്ങളായി ജനകീയ ചർച്ചാ സദസ്സിൽ ചൂണ്ടിക്കാട്ടി. ഈ തമിഴ്നാട്ടിൽ നിന്ന് വ്യാജ ശർക്കര വരുന്നതുകൊണ്ടാണ് ഈ കൃഷി ഇങ്ങനെ കുറഞ്ഞു പോകാൻ കാരണം. മറയൂർ ശർക്കരയ്ക്ക് വില കിട്ടാതെ കൊണ്ടാണ് ഇത്ര കൃഷി കുറഞ്ഞു പോകാൻ കാരണം. പിന്നെ വന്നിട്ട് വന്യമൃഗ ശല്യവും പിന്നെ ഈ വളത്തിൻ്റെ കാര്യം അതിൻ്റെ വില വർധന കൊണ്ടും ഇങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾക്കാർ കൃഷിയൊക്കെ ഉപയോഗിച്ച് പോയി വളയേക്കർ സ്ഥലങ്ങളിൽ ഇങ്ങനെ തർസായിട്ട് കിടക്കുക. സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങിയിട്ടുള്ള ഭൂപതിപ നിയമ ഭേദഗതിയും ജനകീയ ചർച്ചാ സദസ്സിൽ ചർച്ചയായി. പട്ടയ പ്രശ്നം, ചിന്നക്കനാലിലെ ഭൂവിഷയവും വന്യജീവി ശല്യവും, ജില്ലയിൽ ആകമാനമുള്ള കാട്ടുമൃഗശല്യം, വിദ്യാവാഹിനി പദ്ധതി നടത്തിപ്പിലെ പ്രതിസന്ധി, വന്യജീവി ശല്യം മൂലം നഷ്ടം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ടുന്ന നഷ്ടപരിഹാര തുക ലഭിക്കാത്തതിലെ പ്രതിസന്ധി തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളും ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിഷയങ്ങളിൽ പരാതിക്കാരുമായി ആശയവിനിമയം നടത്തി. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു എന്നിവർക്ക് പുറമെ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളും UDF നേതാക്കളും ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പൗരപ്രമുഖരും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി ആശയവിനിമയം നടത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി. സംസ്ഥാന സർക്കാർ കെയർ ഫണ്ടിന്റെ നേതൃത്വത്തിൽ പീരുമേട് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പീരുമേട് നിയോജക മണ്ഡലത്തിലെ അംഗൻവാടികൾക്ക് സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. പീരുമേട് ABG ഹാളിൽ നടന്ന പരിപാടി MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെയർ ഫണ്ട് സഹകരണത്തോടെ പീരുമേട് MLA വാഴൂർ സോമന്റെ 2023-24 പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെ അംഗൻവാടി കുട്ടികൾക്കായി സ്നേഹ കിടക്കകൾ വിതരണം ചെയ്തത്. പീരുമേട് ABG ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് 628 സ്നേഹ കിടക്കകളാണ് അംഗൻവാടികൾക്കായി വിതരണം ചെയ്തത്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് പീരുമേട് MLA വാഴൂർ സോമൻ സ്നേഹ കിടക്കകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോക ഭൂപടത്തിൽ 1ാമത്തെ സ്ഥാനത്ത് എത്തുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, അത്ര ബൃഹത്തായ പദ്ധതികളാണ്. AI മേഖലയിലും വൻപിച്ച കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമസ്ത മേഖലയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളത്തെങ്കിൽ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N സുകുമാരി, പീരുമേട് AEO M രമേശ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സുമി ചെറിയാൻ, കെയർ ഫണ്ട് മാനേജിംഗ് ഡയറക്ടർ M അനുരാജ് തുടങ്ങിയവർ സ്നേഹക്കിടക്കകളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ 23-ന് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെതിരെ SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് 24-ന് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചു. 24-ന് പൊങ്കാല മഹോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ കേരള യുക്തിവാദി സംഘം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം NK ദിനേശ് നെടുമല ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.